ആന്തരിക സൗഖ്യ ആരാധന നിമിഷത്തിൽ ഈ രണ്ട് പേരായിട്ട് ഒന്നിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവും കൂടെ ഭാര്യയുടെ അടുക്കിലേക്ക് വന്നു. അതിൽ ആരാധനയുടെ ആ നിമിഷത്തിൽ നാളെ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ, ഈ കണ്ടുമുട്ടിയ വ്യക്തികളിൽ നിന്നെ വേദനിപ്പിച്ച വ്യക്തി, നീ വേദനിപ്പിച്ച വ്യക്തി, അങ്ങനെ രണ്ടു പേരും ഭർത്താവും ഭാര്യയായിട്ടല്ല, മറിച്ച് ലോകത്തിൽ അന്ന് വരെ കണ്ടുമുട്ടിയ വ്യക്തികൾ ആരെല്ലാമാണോ, വേദനിപ്പിച്ച വ്യക്തികൾ ആരെല്ലാമാണോ, നീ മൂലം വേദനയ്ക്കാൻ ഇടയായ വ്യക്തികൾ ആരെല്ലാമാണോ, അവരെ കണ്ടുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ നാളുകളിൽ ആരെല്ലാമാണോ വേദനിപ്പിച്ചത്, ആരെയെല്ലാമാണോ വേദനിപ്പിച്ചത്, അവരോടെല്ലാം കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിക്കുന്ന സമയമാണ് ഈ ആരാധന നിമിഷങ്ങളിൽ. അങ്ങനെ ഈ ഭാര്യ ഭർത്താവെന്ന് കരുതിയല്ല, മറിച്ച് ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയ, സംസാരിച്ച ആരോടെല്ലാം വെറുപ്പും ദേഷ്യവും വൈരാഗ്യവും ഉണ്ടോ, അങ്ങനെ ആ ശുശ്രൂഷ സമയത്ത് ഈ ഭാര്യ, ഈ അമ്മ കാലിൽ കെട്ടിപ്പിടിച്ച് ആ സഹോദരി അമ്മായിയമ്മയുമായിട്ട് വളരെ വേദനയും ബുദ്ധിമുട്ടും ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആ ആരാധനയിൽ കാല് പിടിച്ചിരിക്കുന്നത് ഈ അമ്മായിയമ്മയുടേതാണ് എന്ന് കണ്ട് വേണം പേര് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ എന്നെല്ലാം ആരാധനയിടയ്ക്ക് നിർദ്ദേശം കിട്ടി. ആ നിർദ്ദേശത്തിനനുസരിച്ച് ഈ സഹോദരി അമ്മായിയമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്ന, അങ്ങനെ കരഞ്ഞ് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുന്ന നിമിഷം ഉള്ളിൽ നിന്ന് നാളുകളായിട്ട് കെട്ടിക്കിടന്ന വെറുപ്പും വൈരാഗ്യം എല്ലാം കാൽച്ചുവട്ടിലേറ്റ് പറഞ്ഞ് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുകയാണ്. അതങ്ങനെ ഏതാണ്ട് ഒരു 5 മിനിറ്റിലധികമായിട്ട് ഇങ്ങനെ മാപ്പ് ചോദിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊച്ച്, അതുവരെ നീന്തി നടന്നിരുന്ന കൊച്ച്, ആ ആരാധന സമയത്ത് വളഞ്ഞിരുന്ന കാലുകൾ ഈശോ സുഖപ്പെടുത്തി നേരെയാക്കി. ആ കൊച്ച് നടന്ന് ഈ കാൽച്ചുവട്ടിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേനെ കെട്ടിപ്പിടിച്ച്, ആ അമ്മയ്ക്ക് ആ സമയത്ത് കുഞ്ഞിൻ്റെ ഈ സ്പർശനം ഉണ്ടായപ്പോൾ ആ കാൽച്ചുവട്ടിൽ നിന്നും തല ഉയർത്തി നോക്കി. അപ്പോൾ കുഞ്ഞ് നടന്ന് ഈ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത്ഭുതകരമായ ഒരു സൗഖ്യം.